ശക്തിയുടെ വെനിസ്വേലൻ അധിനിവേശത്തിനെതിരായി ലോകവ്യാപകമായി പുരോഗമന ശക്തികളും അതുപോലെ തന്നെ ഇത് മനോരമ ന്യൂസിൻ്റെ അകത്ത് ഇന്ന് നടക്കുന്നൊരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം വെനസ്വേലയ്ക്ക് നമ്മൾ ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യം ഇപ്പം ഇടിച്ചു കയറുന്നുണ്ടല്ലോ അങ്ങോട്ടേക്ക്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മൺട്രോനെ അറസ്റ്റ് ചെയ്തു. ഇപ്പം അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഇതുവരെ നമ്മുടെ ഉറങ്ങിക്കിടക്കുമായിരുന്നു നമ്മുടെ കുട്ടി സഹാക്കൾ ഇപ്പോൾ പയ്യെ തലപൊക്കി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവറ്റകൾ പറയുന്നത് വെനസ്വേലയിലുള്ള ഇന്ത്യക്കാരെ സംരക്ഷിക്കണം, അവരുടെ ജീവൻ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഇറങ്ങിയേക്കണത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ഈ കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിൽ ഒരു ഹിന്ദുവായിട്ടുള്ളൊരു യുവാവിനെ പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊന്നത്. അന്നേരം പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാർ ആയിട്ടുള്ള വർഗ്ഗങ്ങൾ, നമ്മുടെ ഇടതുപക്ഷമായിട്ടുള്ള ആൾക്കാർ അവരാരും അതിനെക്കുറിച്ചൊന്നും മിണ്ടിയില്ല. തിരുവനന്തപുരത്ത് മറ്റേ കുടിൽ കെട്ടി ഗാസനെങ്ങാണ്ടും മരിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മൂങ്ങിയ ചില ടീംസൊക്കെ ഉണ്ട്. അവരെനിക്ക് തോന്നുന്നു ഇപ്പം 4 നേരം മറ്റേ മന്തിയൊക്കെ തിന്ന് സുഭിക്ഷമായിട്ട് കടന്ന് ഉറങ്ങുവാന്ന് തോന്നുന്നു. കാരണം കിട്ടാനുള്ള ഫണ്ടൊക്കെ കിട്ടി ഇപ്പോൾ സെറ്റായിട്ടുണ്ടല്ലോ. ഇവരുടെ ആ ഒരു ഇരട്ടത്താപ്പെന്ന് പറഞ്ഞത് അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഇല്ല. ഇതുപോലെ ഉളുപ്പില്ലാത്ത ചില വർഗ്ഗമുണ്ടല്ലോ എന്നാണ് ഞാൻ ഓർക്കണത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിലുണ്ടായ സംഭവങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളിലോ ഒന്നും ഇവറ്റകൾ പ്രതികരിക്കുകയില്ല. നമ്മുടെ ഈ പറഞ്ഞ ഇടതുപക്ഷം കാണിക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഇത് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങളെന്ന് പറഞ്ഞാൽ ആരും പൊട്ടന്മാരൊന്നുമല്ല. ഈ ജിഹാദികളെ സുഖിപ്പിച്ച് ഇവറ്റകളെ 4 വോട്ട് കിട്ടാൻ വേണ്ടി കാണിക്കുന്ന പരിപാടി, അത് നമ്മുടെ സമൂഹം നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. അത് ഇവറ്റകൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഒരുപാട് നാളൊന്നും ഇതിങ്ങനെ മുന്നോട്ട് പോയില്ല.